ബി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അന്താരാഷ്ട്ര തുറമുഖ കരാറിൽ അന്നത്തെ UDF സർക്കാർ ഏർപ്പെടുന്നത്. ആ കരാറിൽ കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഉപകരിക്കുന്ന ഏക വ്യവസ്ഥയാണിത്. മറ്റ് വ്യവസ്ഥകൾ സംസ്ഥാന താൽപ്പര്യം അന്നത്തെ UDF ഗവൺമെൻറ് പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 6000 കോടിയോളം രൂപ 2035 വരെ സംസ്ഥാന സർക്കാരിന് റവന്യൂ വരുമാനമൊന്നും ഉണ്ടാവില്ല എന്ന വ്യവസ്ഥ ദോഷകരമായി മാറിയത്. അപ്പോൾ ഈ 3 വിമത MLA-മാർ മറുപടി പറയേണ്ടത് 2015 ആഗസ്റ്റ് മാസം 17-ാം തീയതി ഇങ്ങനെയൊരു കരാർ അന്നത്തെ UDF ഗവൺമെൻറ് ഒപ്പിടുന്ന സമയത്ത് നിങ്ങൾ UDF-നോടൊപ്പമല്ല. ഇന്നിപ്പോൾ നിങ്ങൾ UDF-നോടൊപ്പമാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ മോഡി അദാനി കൂട്ടുകെട്ടിനെതിരായി സമരത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആ സമരം നടക്കുന്നത്. ഇവിടെ സതീശൻ അദാനി കൂട്ടുകെട്ടാണ്. അതിൻ്റെ ഡീലാണ് നാം ഈ ഓഹരി കൈമാറ്റത്തിൽ കണ്ടത്. അത് മംഗലാപുരം ദുരൂഹ യാത്രയുടെ തുടർച്ചയാണ്. അപ്പോൾ ആ ഡീലിനെ കുറിച്ച് എന്താണ് ഈ 3 വിമത MLA-മാരുടെ അഭിപ്രായം? ഈ കരാറിലെ വ്യവസ്ഥ ലംഘിച്ചതിനെതിരെ മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാരിലേക്ക് കത്തെഴുതാനും നിയമ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെടുന്നു. കാരണം ധാർമ്മികമായി ആ ചോദ്യം ഉന്നയിക്കാൻ നിങ്ങൾക്ക് ചുമതലയുണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്താൽ സ്വാഭാവികമായും പറ്റിയ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഒരവസരമായി മാറും. വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച കരാറിലെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഓഹരി കൈമാറ്റത്തിന് അദാനിയുമായി ഡീലുണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി രംഗത്ത് വരുമോ? മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമോ? ഇതാണ് അവർ വ്യക്തമാക്കേണ്ടത്. മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ തെറ്റുതിരുത്താണെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അവർ വർഗവഞ്ചകരാണ്, പാർട്ടിയെ ചതിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. അതവരാണ് വ്യക്തമാക്കേണ്ടത്. അവർ വ്യക്തമാക്കാൻ പറ്റുന്ന ഒരവസരമാണിത്. ഞാൻ 10-13 ചോദ്യങ്ങൾ അവരോട് നേരത്തെ ചോദിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പാക്കില്ലെന്നും അറബിക്കടലിൽ വലിച്ചെറിയുമെന്നും പറഞ്ഞവർ അധികാരത്തിൽ വന്നപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ 3 വിമത MLA-മാരുടെ അഭിപ്രായം? ലൈഫ് മിഷൻ പണിത വീടുകളിൽ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും വിധം അവിടെ പ്രധാനമന്ത്രിയുടെ ലോഗോ വെക്കുമെന്ന് തദ്ദേശ മന്ത്രി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 3 വിമത MLA-മാരുടെ അഭിപ്രായം? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി BJP-കാരനെ വെച്ചു എന്ന് KPCC-യുടെ ജനറൽ സെക്രട്ടറി അടക്കം പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ BJP-കാരെ നിയമിച്ച നടപടിയോട് ഈ 3 വിമത MLA-മാരുടെ അഭിപ്രായം എന്താണ്? മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി BJP-ക്ക് പാദസേവ ചെയ്ത് SIR കേരളത്തിൽ നടപ്പാക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ നിയമിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി ഒരു BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന നേതാവിൻ്റെ ചാനലിൻ്റെ പ്രവർത്തകനെയാണ് നിയോഗിച്ചത്. ഇതെല്ലാം സംബന്ധിച്ച് അഭിപ്രായം ഈ വിമത MLA-മാർ പറയട്ടെ. അവർക്ക് തെറ്റുപറ്റിയോ എന്നത് അവർ തിരുത്താനുള്ള അവസരം ഉപയോഗിക്കോട്ടെ. വിഷയങ്ങളൊന്നും അല്ലല്ലോ പാർട്ടിയായിട്ട് തെറ്റാൻ അവർക്ക്
ഇടയാക്കിയ ഒരു കാര്യം പാർട്ടി ഇത്രത്തോളം ദ്രോഹിച്ചൊരു നടപടിയല്ലേ അവരുടെ ഭാഗമുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ടി കെ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ടു, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ജി സുധാകരൻ പാർട്ടി വിട്ടു, ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു. ഈ പറഞ്ഞ ജയരാജേട്ടൻ ചോദിച്ച ചോദ്യങ്ങളൊന്നും അല്ല അവരെ പാർട്ടിയിൽ നിന്ന് വിടാനുള്ള കാരണം ഉണ്ടായിരുന്നത്. അല്ല, വഞ്ചനയെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കിതെല്ലാം ഒരവസരമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ വഞ്ചകരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതിനൊന്നും മറുപടി പറയാതെ മൗനം പാലിക്കുന്നത്. എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയും അടക്കമുള്ളവർ അവസാന കാലത്ത് തെറ്റ് തിരുത്തിയത് കൊണ്ടാണല്ലോ അവർ ഈ ചുവന്ന കൊടിയുടെ കൂടെ അണിനിരന്നുകൊണ്ട് അവസാന കാലത്ത് പ്രവർത്തിച്ചത്. അതെല്ലാം നമ്മളെ അനുഭവമാണ്. ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. അവർ തിരുത്താനുള്ള അവസരം UDF തന്നെ ഒരുക്കിയിരിക്കുകയാണ് അവർക്ക്. നേരത്തെ അതായിരുന്നില്ല സാഹചര്യം. അവർ UDFൽ പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി പോയതായിരിക്കും. കാരണം KSRTCയുടെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകും. ഇപ്പോൾ UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചവർ കണ്ണൂരിൽ ആ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി പ്രകടന പത്രികയുമായി വീടിൽ പോയത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാം. എല്ലാ ബസ്സിലും തീർത്ഥാടന യാത്രക്കും ടൂറിസം യാത്രക്കും എല്ലാം നിങ്ങൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ മുഖ്യമന്ത്രി വഞ്ചിച്ചു. സൗജന്യ യാത്ര KSRTCയുടെ ഓർഡിനറിയിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തി. അതെല്ലാ ബസ്സിലും ആക്കണമെന്ന് തെറ്റ് തിരുത്താൻ പറ്റുന്ന ഒരവസരമാണ് അവർക്കിത്. അങ്ങനെ തിരുത്തുമോ അവർ പറയട്ടെ. അതുപോലെ നിരവധി അവരുടെ മണ്ഡലത്തിലെ വിഴിഞ്ഞം അവരുടെ മണ്ഡലത്തിൽ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ച രീതിയിലുള്ള കിഫ്ബിയുടെ റോഡും സ്കൂളും പാലവും ഒക്കെ തന്നെ അനിശ്ചിതത്വത്തിലാണ്. ഒന്നുമില്ലെങ്കിലും മണ്ഡലത്തിലെ കിഫ്ബി അനുവദിച്ച ഭരണാനുമതി നൽകിയ പദ്ധതി നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നെങ്കിലും കത്തെഴുതുമോ? അപ്പോൾ വർഗവഞ്ചന തന്നെയാണ് അവർ തുടരുന്നത് എന്നത് ഇതൊന്നും അവർ ചെയ്യാത്തിടത്തോളം കാലം ജനങ്ങൾ കരുതും. ജയരാജേട്ട, ഈ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായെന്ന് ജയരാജേട്ടൻ തന്നെ അഭിമുഖത്തിൽ തുറന്നു പറയുകയാണ്. അപ്പോൾ അതൊരു തെറ്റേറ്റു പറയുന്നതിന് സമാനമായിട്ടുള്ളൊരു കാര്യമല്ലേ? അല്ലല്ല, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച സൂക്ഷ്മമായ പരിശോധനയിൽ ചില പെശകുകൾ പറ്റിയത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജൈവബന്ധമുള്ള പാർട്ടിയുടെ സ്വയം വിമർശനപരമായ വിലയിരുത്തലാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ അദാനിക്ക് ഒരു വിദേശ കപ്പൽ കമ്പനിക്ക് വിൽക്കാനുള്ള കരുത്തെങ്ങനെ കിട്ടി? അതിനിവർ കൂട്ടുനിൽക്കണോ? ഇവർ ജയിച്ചല്ലോ, ജയിച്ചു എന്നുള്ളത് ഒരു വസ്തുതയല്ലേ. ജയിച്ചവർക്ക് ഇവരെ അടിമകളെപ്പോലെ താങ്ങി നിർത്തുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഒന്നുമില്ലെങ്കിൽ പറയാമല്ലോ, അവർക്ക് ഒരു കത്തെങ്കിലും കൊടുക്കാമല്ലോ. ഇതാ ഞങ്ങൾ നിങ്ങളുടെ സ്വതന്ത്ര MLA-മാരായി UDFനോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങളോട് ജനങ്ങൾ പറയുന്നു, അദാനിയുടെ ഓഹരി സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ കൈമാറാൻ നോക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി ഒരു നടപടിയും സ്വീകരിച്ച് കാണുന്നില്ല. പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചു, അതുപോലും മുഖ്യമന്ത്രി ചെയ്തില്ല. അതിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്നെങ്കിലും പറയാമല്ലോ. KC വേണുഗോപാൽ പറഞ്ഞതുപോലെ എങ്കിലും ഈ വിമത MLA-മാർക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ? അതുപോലും അവർ പറയുന്നില്ലല്ലോ. ഒരു വൈരുദ്ധ്യമില്ല. അവർ ഇപ്പോഴും വർഗവഞ്ചകർ തന്നെ. കാരണം ഇതിലൊന്നും അവർ ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ ആ അഭിമുഖം പൂർണ്ണമായി കണ്ടില്ലാത്തോ? ഞാൻ പറഞ്ഞ കാര്യം, അവർക്ക് KR ഗൗരിയമ്മയെ പോലെ MV രാഘവനെ പോലെ തെറ്റ് തിരുത്തി തിരിച്ചു വരാൻ അവസരമുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാം. തിരിച്ചു വരാനുള്ള അവസരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ അദാനിക്ക് അടിമയെപ്പോലെ വിനീതദാസനെ പോലെ ഡീലുണ്ടാക്കി സംസ്ഥാനത്തിന് ഭാവിയിൽ വരുമാനം കിട്ടേണ്ടുന്ന ഒരു തുറമുഖം, അതിൻ്റെ ഓഹരി
ഒരു കുത്തകയാക്കി മാറ്റാൻ കഴിയും വിധത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നത്. ജയരാജേട്ടൻ സ്വയം വിമർശനം എന്ന നിലയ്ക്കാണെങ്കിൽ ഈ പയ്യന്നൂരിൽ തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ അത് തന്നെയല്ല അവർ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ സമയത്ത് വി കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അത് തന്നെയല്ലേ പറഞ്ഞത്? അവർ ഇപ്പോൾ ഈ തെറ്റ് പറയണം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ ഇതാ ഞങ്ങൾക്ക് 2015 പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിൽ മുഖ്യമന്ത്രിയോട് അതൃപ്തിയുണ്ട് എന്നുള്ള തെറ്റവരേറ്റ് പറയണം. നിങ്ങൾ ഏറ്റു പറയുന്ന തെറ്റല്ലേ അന്ന് അവർ ചൂണ്ടിക്കാട്ടി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ തെറ്റ് പറയട്ടെ ആദ്യം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് ഇവരുടെ നിലപാടെന്താണ്? അത് അവരോടൊന്ന് പോയി ചോദിക്കുമോ നിങ്ങൾ? എന്തായാലും ഈ താങ്കളുടെ ഈ അഭിമുഖത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഗോവിന്ദമാഷ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കയറി ഇറങ്ങി പറയേണ്ട ആവശ്യമില്ല. അല്ലല്ല, ഒരതൃപ്തിയും ഇല്ല. അദ്ദേഹം പാർട്ടി സ്വയം വിമർശനം നടത്തി എല്ലാ ചാനലും പറയേണ്ട ആവശ്യമില്ല. അതെ. അല്ലല്ല, ഇതിലെ പ്രശ്നം എന്താ? അതൃപ്തി ഇപ്പം അറിയിക്കേണ്ടത് വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച ഓഹരി കൈമാറ്റം സംബന്ധിച്ചാണ്. അത് ഈ വിമത MLA മാർ പറയുമോ?